KWൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് മെക്കാനിക്കലാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെക്ക് എടുക്കേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെക്കിൻ്റെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുന്നേ നമ്മൾ ഹൈവേൻ്റെ 2 ക്ലാസ്സും എടുത്തു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഇടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മെക്കും കൂടെ അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ് ഇടുന്നത്. അപ്പം ഇത് സ്റ്റാർട്ടിങ് സിവിലുകാർക്കാണ് മെയിൻ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. മെക്കുകാർക്ക് ഓൾറെഡി ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അറിയുന്നവരാണെങ്കിൽ അത് അവർക്ക് അറിയുന്ന പോർഷൻസ് കൂടുതൽ റിവൈസ് ചെയ്യാൻ ഈ ക്ലാസ്സസ് യൂസ് ചെയ്യുക. ഒന്നുകൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മെക്കാനിക്കലിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് കുറേ പോർഷൻസ്, കുറേ സിലബസ് വരുന്നുണ്ട്. അതിൽ വൈഡായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. എക്സാം ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് അതൊരു ഗ്രേഡ് 3 ടൈപ്പ് എക്സാം ആയതുകൊണ്ട് അത്രയും നമുക്ക് ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല. മെയിനായിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം ആ രീതിയിലായിരിക്കും എൻ്റെ ക്ലാസ് ഉണ്ടാവുക. ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിലബസ് നോക്കാം. അതായത് നമ്മൾ ഓൾഡ് സിലബസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന സിലബസ് നമ്മൾ പഴയ സിലബസ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആ പോർഷൻ വെച്ചാണ് കവർ ചെയ്യുന്നത്. ഇനി നമുക്കിപ്പം പുതിയ സിലബസ് ആഡ് ആവുകയാണെങ്കിൽ ഈ ടോപ്പിക്കൊക്കെ തന്നെയായിരിക്കും ഏകദേശം ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് വൺ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. അത് നമുക്ക് സിവിലും മെക്കും കൂടെ റിലേറ്റഡ് ആയിട്ടാണ്. അതായത് SI യൂണിറ്റ്, ബ്രിട്ടീഷ് MKS ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സിവിലും പഠിക്കുന്നതാണ്. സർഫസ് ഏരിയ, വോളിയം, ക്യൂബ് അത് നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് തന്നെ പഠിക്കാം. അത് ഇനിയുള്ള ക്ലാസ്സിൽ പറയണതായിരിക്കും. പിന്നെ നെക്സ്റ്റ് മെഷീൻ ടൂൾസാണ് പറയണത്. മെഷീൻ ടൂൾസ് നമ്മൾ ഏതൊക്കെ ടൂൾസാണ് മെഷീനിൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെത് ഇപ്പം മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, പ്ലെയിനിങ് മെഷീൻ, അങ്ങനെ കുറേ മെഷീൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്ലാസ്സസും നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ തേർഡ് വൺ ഇൻറ്റേർണൽ കംപ്രഷൻ എൻജിൻ, അതായത് IC എൻജിനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് തേർഡായിട്ട് നോക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഞാൻ സിലബസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സിലബസ് നിങ്ങൾക്ക് അല്ലാണ്ട് ഇതിന് മെക്കിനെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ഈ പോർഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കുള്ള നോട്ട്സുമായിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബെൽറ്റ്, ഗിയർ, ചെയിൻ ഡ്രൈവ്, പിന്നെ ബെൽറ്റ് മെറ്റീരിയൽസ് ഒക്കെയാണ്. ഇത് നമ്മൾ ഓരോ ഓൾഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടിയിട്ട് ഇന്ന പോർഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞിരിക്കേണ്ടിയിട്ടാണ് ഈ പോർഷൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ മെഷീൻ ഡ്രോയിങ്, സ്ക്രൂ ത്രെഡ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയും ഈ 5 ടോപ്പിക്കാണ്. 5ൽ തന്നെ ഫസ്റ്റത്തെ നമുക്ക് സിവിലുകാർക്കും അതുപോലെ തന്നെ മെക്കാർക്കും ഓൾമോസ്റ്റ് അറിയണതായിരിക്കും. അത് റിലേറ്റഡ് കുറച്ച് റിവിഷൻ നടത്തുക എന്നാണുള്ളത്. പിന്നെ ബാക്കി 4 ടോപ്പിക്സാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ടൂൾസാണ്. മെഷീൻ ടൂൾസ് പലതരത്തിലുള്ള മെഷീൻ ടൂൾസ് ഉണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് മെഷീൻ, ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളിപ്പം ഒരു മെഷീൻ നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്പി എടുക്കുക. ഇപ്പം ഇതാണ് കമ്പി എന്ന് വിചാരിക്കുക. അപ്പം ഈ കമ്പിയാണ് നമ്മളെ എന്തെന്നാ വരിക, കമ്പിയാണ് നമ്മളെ വർക്ക് പീസ്. അപ്പോൾ നമ്മൾ ഈ കമ്പി എടുത്തിട്ട് കമ്പീനെ നമുക്ക് രണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി നമ്മളെ ലൈഫും അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. അപ്പം ഇത് കട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മളൊരു ഹാക്സോ ബ്ലേഡ് എടുത്തു. അപ്പം ഇതാണ് നമ്മളെ കട്ടിങ് ടൂള്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് കട്ടിങ് ടൂള്. ഇതിന് നമ്മൾ ടൂളെന്ന് പറയും. പിന്നെ ഇതിനെ നമ്മൾ വർക്ക് പീസ് എന്ന് പറയും. അപ്പം ഇതാണ് ആ
മെഷീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അത് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. നമ്മളൊരു സാധനത്തിന് ചെറുതാക്കേണ്ടിയിട്ടോ അതിൻ്റെ സൈസ് കുറയ്ക്കേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പർപ്പസിനാണ് നമ്മൾ മെഷീൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യണത്. നമ്മൾ നോർമൽ ലൈഫിൽ വരികയാണെങ്കിൽ ഇതാണ് വർക്ക് പീസ് എന്താണ്, ടൂൾ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഇവിടെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ആ കമ്പിയാണ് നമ്മളുടെ വർക്ക് പീസ് പറഞ്ഞാൽ. അത് കട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഈ ഹാക്സോ ബ്ലേഡാണ് നമ്മൾ ടൂള്. അപ്പം വർക്ക് പീസ് എന്താണ്, ടൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇത് വെച്ചിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എന്നാലും ബേസിക്കായിട്ട് നിങ്ങൾ ഇത് മെഷീൻ ടൂൾസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ എന്താണ് മെഷീൻ എന്നുള്ളതും എന്തിനാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നതുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡെഫിനിഷൻ കാണിച്ചിട്ടുള്ളത് എ മെഷീൻ വിച്ച് പെർഫോംസ് മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ വിത്ത് ടൂൾസ് ടു പ്രൊഡ്യൂസ് ഡിസൈർഡ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് വർക്ക് പീസസ് ഈസ് നോൺ ആസ് മെഷീൻ ടൂൾ. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചു, നമ്മളിപ്പോൾ ഈ കമ്പിനെ രണ്ടാക്കി മാറ്റേണ്ടിയിട്ട് വാക്സോ ബ്ലേഡ് യൂസ് ചെയ്തു. ഇത് തന്നെ ആ ഒരു മെക്കാനിസമാണ് നമ്മൾ മെഷീൻ കൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പം അത് നമ്മൾ ന്യൂ ഇന്നോവേഷൻ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് നമ്മൾ പുതിയ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. കുറച്ചുകൂടി നമുക്ക് ടൈം കുറയ്ക്കാൻ, ഇതിനൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഡിക്രീസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ നമുക്ക് വലിയ വലിയ മെഷീൻ ടൂൾസും കാര്യങ്ങളും ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ മെഷീൻ ടൂൾസിൽ തന്നെ ഇതിൽ മോഷൻസും കാര്യങ്ങളും വേറെ വേറെ രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇതെടുക്കുകയാണെങ്കിൽ ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ മോഷൻ വരുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള 2 സൈഡ് മോഷനാണ് വരുന്നത്. അപ്പം ഈ മോഷനെ നമ്മൾ റെസിപ്രോക്കേറ്റീവ് മോഷൻ എന്ന് പറയും. റെസിപ്രോക്കേറ്റീവ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, ഇതാണ് നമ്മളെ ടൂള്. ഈ ടൂള് ഇങ്ങോട്ട് 2 സൈഡിലേക്കാണ് മൂവ് ആവുന്നത്. അപ്പം ഈ മോഷനെ നമ്മൾ റെസിപ്രോക്കേറ്റീവ് മോഷൻ എന്ന് പറയണത്. പിന്നെ 2 മോഷൻസാണുള്ളത്, റെസിപ്രോക്കേറ്റീവ് മോഷനും പിന്നെ റോട്ടറി മോഷനും. റോട്ടറി മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതാണ് നമ്മളെ വർക്ക് പീസ് നമുക്ക് ഹോൾ ചെയ്യണം. അപ്പോൾ ഡ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഹോൾ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ലിംഗ് ബിറ്റ് യൂസ് ചെയ്യും. ആ ഡ്രില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിറ്റാണ് ഡ്രില്ലിംഗ് ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളെ ടൂളായിട്ട് വരും. അപ്പം ആ ടൂള് വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റൊട്ടേഷൻ മോഷനാണ് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മളിപ്പോൾ ഡ്രില്ല് കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ്, ഇവിടെ ഇപ്പം ഈ ഒരു ഹോള് വരുന്നുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്കൊരു ഹോള് കിട്ടുന്നത്. അപ്പം ഈ റൊട്ടേഷൻ മോഷനും അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റീവ് മോഷനും, ഇതാണ് നമുക്ക് മെഷീനിൽ മെയിനായിട്ടുണ്ടാകുന്ന 2 മോഷൻസ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് അറിയേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ടൂൾ എന്താണെന്ന് പറഞ്ഞു, പിന്നെ വർക്ക് പീസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഇതിനുണ്ടാകുന്ന 2 മോഷൻസ്, റെസിപ്രോക്കേറ്റീവ് മോഷനും അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനും. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ നോക്കാം. നമുക്ക് മെഷീൻ ടൂൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലെയ്ത്ത്, പിന്നെ ഷേപ്പിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലാനർ മെഷീൻ. അങ്ങനെ നമുക്ക് പല ടൈപ്പിലുള്ള മെഷീൻസ് പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഓരോ പർപ്പസും നമുക്ക് സമയം കുറയ്ക്കേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു മാനുവൽ എഫേർട്ട് കുറയ്ക്കേണ്ടിയിട്ടും നമ്മൾ ഇത്തരം വലിയ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 7 എണ്ണം. അപ്പം ഈ മെഷീനിനെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നിങ്ങളത് അറിയാത്തൊരു പോർഷനാണ്, എനിക്കിത് ടഫായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇരിക്കരുത്. ഓക്കെ, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതും നമ്മൾ ലൈഫിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ ഒരു ടെൻഷനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പിക്ചേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ മെഷീൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു സാധനത്തിന് അതായത് വർക്ക് പീസ്
ആ വർക്ക് പീസിനെ നമ്മൾ ചെറുതാക്കാൻ, നീളം കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് കുറയ്ക്കാനൊക്കെ നമ്മൾ ഒരു ടൂൾ യൂസ് ചെയ്യും. അപ്പം ആ പർപ്പസാണ് നമ്മളിപ്പോൾ ഇവിടെ മെഷീൻ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ ഏതൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക, ഇത്രയും മെഷീൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോക്കുക. ഈ മെഷീൻ ടൂളിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ലെയ്ത്താണ്. അപ്പം ലെയ്ത്ത് എന്ന് പറഞ്ഞ മെഷീൻ ടൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 3 പോർഷൻസാണ്. അതിൻ്റെ പാർട്സിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്, അതായത് സ്റ്റഡി ഓഫ് പാർട്സ്, പിന്നെ അതിൻ്റെ വർക്കിംഗ്, പിന്നെ ഓപ്പറേഷൻസ്. ഇത്ര മാത്രം നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ലെയ്ത്ത് എന്ന് പറഞ്ഞ് നോക്കുമ്പം ഇതിനെ നമ്മൾ മദർ ഓഫ് മെഷീൻസ് എന്ന് പറയും. അപ്പോൾ അത് നോക്കുക, അത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മദർ ഓഫ് മെഷീനാണ്, അതായത് മദർ ഓഫ് മെഷീൻസ് ആണ് നമ്മൾ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടി പർപ്പസ് മെഷീനാണ്. അപ്പം നമുക്ക് നോക്കാം, മദർ ഓഫ് മെഷീനാണ് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെയ്ത്ത് ഒരു മൾട്ടി പർപ്പസ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് അതേപോലെ തന്നെ നോക്കി വെക്കുക. അതായത് നമുക്ക് ലെയ്ത്ത് എന്താണെന്ന് നോക്കാം. ലെയ്ത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മദർ ഓഫ് മെഷീനാണ് ലെയ്ത്ത്. അപ്പം ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ടു റിമൂവ് മെറ്റൽ ഫ്രം വർക്ക് പീസ് ടു ഗിവ് ഇറ്റ്സ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ സൈസിലുള്ള ലെങ്തി ആയിട്ടുള്ളൊരു ടൂളൊക്കെ അല്ലെങ്കിൽ മെഷീൻ ടൂൾ നമുക്ക് വർക്ക് പീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് കുറച്ചിട്ട് നമ്മളതായിട്ടുള്ള സൈസിലാക്കുക. ഇപ്പം ഇത്രയും വലിപ്പമുള്ളൊരു സാധനം നമുക്കിതിൻ്റെ റേഡിയസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ലെങ്ത്ത് ഇത്ര കട്ട് ചെയ്ത് ഷോർട്ടായിട്ട് മാറ്റാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെയ്ത്ത്. അപ്പോൾ ലെയ്ത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിമൂവ് മെറ്റൽ ഫ്രം എ വർക്ക് പീസ് ടു ഗീവ് ഇറ്റ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. റിക്വയർഡ് ഷേപ്പും സൈസും ഒക്കെ നൽകേണ്ടിയിട്ട് നമ്മൾ ആ വർക്ക് പീസിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് അതാണ് ഈ ലെയ്ത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെത് പിന്നെ അതുപോലെ തന്നെ ഹോൾഡിങ് ദ വർക്ക് പീസ് ഓൺ ദ മെഷീൻ ആൻഡ് ടേണിങ് ഇറ്റ് അഗെയിൻസ്റ്റ് കട്ടിംഗ് ടൂൾ വിച്ച് വിൽ റിമൂവ് മെറ്റൽസ് ഇൻ ദ ഫോം ഓഫ് ചിപ്സ്. അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് നമ്മളിപ്പം കുറച്ചെന്നെ പഠിച്ചില്ലേ, ഇത് നമ്മളെ കമ്പിയാണ്. അപ്പം അത് നമ്മൾ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ട് ഇളകി കളിക്കും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഒരു ലെങ്തി സാധനമാണെങ്കിൽ, ലെങ്തി ആയിട്ടുള്ളൊരു കമ്പിയാണെങ്കിൽ അത് ബെൻഡാവാനുള്ളതൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് കുറയ്ക്കേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊരു സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതിപ്പം ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമ്മൾ വർക്ക് പീസ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കതിന് കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് 2 സൈഡും ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പീസിനെ കറക്റ്റ് കട്ട് ചെയ്യാനും പറ്റും, ബെൻഡ് ചെയ്യാതെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ കട്ടിംഗ് ടൂളാണ് ലേത്ത് എന്ന് പറഞ്ഞാൽ, അതായത് മെഷീൻ ടൂളാണ് ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ലേത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് കൺഫ്യൂഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പിക്ചർ പഠിക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. അപ്പം അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് തിയറി വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പിക്ചർ നോക്കിയിട്ട് പിക്ചർ നമുക്ക് പറഞ്ഞിട്ട് പോവാമെന്ന്. അപ്പം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പാർട്സ്, പ്രിൻസിപ്പൽ പാർട്സ് ഓഫ് ലെയ്ത്ത്, ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്സ് ഓഫ് ലെയ്ത്ത് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. അതിൽ നമ്മളിവിടെ ഫസ്റ്റ് ഹെഡ് സ്റ്റോക്ക് നോക്കുക. അതായത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തല, അതേപോലെ തന്നെ ആ ഒരു പർപ്പസ് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു പാർട്ടാണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ലൈഫ് സെൻറ്റർ എന്ന് ഹെഡ് സ്റ്റോക്കിനെ പറയും.
അപ്പം ഹെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ലൈവ് സെൻറ്റർ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അപ്പം തന്നെ മനസ്സിലാക്കിയിട്ട് പോവുക. നമുക്കതിൽ കൂടുതൽ വേറൊന്നും നോക്കാനില്ല. അപ്പം ഇതാണ് ഹെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇതിന് ലൈവ് സെൻറ്റർ എന്ന് നമ്മൾ പറയും. ഒരു ഹെഡ് ഉണ്ടെങ്കിൽ നമുക്കതിനെന്തായിരിക്കും, ഒരു ടെയിലുണ്ടാവും. അത് നമ്മൾ ഒരു തല ഉണ്ടെങ്കിൽ നമ്മൾ വാലുണ്ടാവും എന്ന് പറയില്ല. അതുപോലെ തന്നെ ഹെഡ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ഇവിടെ ഒരു ടെയിൽ സ്റ്റോക്കും ഉണ്ട്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ടെയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് സെൻറ്ററും ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സെൻറ്റർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഓരോ ജസ്റ്റ് പാർട്സ് പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ പറയാം. അപ്പം ഹെഡ് സ്റ്റോക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള, അതായത് ലെയ്ത്തിൻ്റെ തന്നെ മെയിനായിട്ടുള്ള പോർഷനാണ് ഈ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയറിങ്, ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പം വർക്ക് പീസിനെ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റൊട്ടേഷൻ മോഷനൊക്കെ നടക്കുമല്ലോ. അപ്പം അതിനുള്ള ഗിയർ എനർജി നൽകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലാണ് ഗിയർ ഉണ്ടാവുക. എന്നിട്ട് ആ ഗിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളെ ചെക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇവിടെ എന്താണ് സ്പിൻഡിൽ, എന്താണ് ചക്ക് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്പിൻഡിൽ, ഇതാണ് ചക്ക് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് അല്ലെങ്കിൽ കോളറ്റ്. അപ്പോൾ നമ്മൾ ചക്കിലാണ് നമ്മൾ വർക്ക് ഹോൾഡ് ഡിവൈസ്, അതായത് വർക്ക് പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ചക്കിലാണ്. അപ്പം ഇവിടുത്തെ ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള ഗിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് എല്ലാം കൂടെ വരച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള ഗിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്തിട്ട് അത് സ്പിൻഡിലേക്ക് പാസ്സാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മില്ലിങ്, നമ്മൾ അരി പൊടിപ്പിക്കുന്ന അവിടുത്തെ മില്ലിലൊക്കെ പോയിട്ടുണ്ടോ? അപ്പം അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു പർപ്പസാണ്, ഇങ്ങനത്താണ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഗിയർ ഉണ്ടെങ്കിൽ ഗിയർ വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു റൊട്ടേഷൻ മോഷൻ സംഭവിക്കും. എന്നിട്ട് അത് ഈ റൊട്ടേഷൻ വേറെ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഇങ്ങനെ ആ ഒരു കണക്ട് ചെയ്ത് അതിൻ്റെ ലാസ്റ്റാണ് നമുക്ക് ആ മില്ലിലുള്ള ആ ഒരു പൊടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പം അതുപോലെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഗിയർ ഉണ്ട്, ഗിയറിംഗ് മെക്കാനിസമാണ് ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ളത്. ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈവ് സെൻറ്റർ, അത് രണ്ടും അതേപോലെ തന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ പഠിച്ചു പോവാം. ആ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലെ ഗിയറിംഗ് മെക്കാനിസം സ്പിൻഡിൽ പോവും. അപ്പം ഈ ഗിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ്. അപ്പം വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് പീസിനെ കട്ട് ചെയ്യാനും അതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാനും ലെങ്ത്ത് കുറയ്ക്കാനും ഒക്കെ പറ്റും. ആ ഒരു മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഫ്ലോർ മില്ലിനോടാണ് ഞാൻ അത് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതാർക്കെങ്കിലും കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ആ പോർഷൻ കട്ട് ചെയ്യുക. അപ്പം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് വെച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അത് ഓർക്കാതിരിക്കുക. പിന്നെ ഇവിടെ നമ്മളിപ്പം ഒരു ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്സിസ്, അതാണ് നമ്മൾ ആക്സിസ് ഓഫ് പാർട്ട്, അതായത് ആക്സിസ് ഓഫ് പാർട്ട് റൊട്ടേഷൻ എന്ന് പറയണത്. അത് സെയിം ആക്സിസ് ആയിരിക്കും. ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ ആക്സിസും ടെയിൽ സ്റ്റോക്കിൻ്റെ ആക്സിസും സെയിം ആയിരിക്കും. അപ്പം അത് നോക്കുക. ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിൽ കോയാക്സിയൽ ആയിരിക്കും, അത് സെയിം ആയിരിക്കും. പിന്നെ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എൻഡിലുള്ളതാണ് ടെയിൽ സ്റ്റോക്ക്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ എൻഡിലുള്ളതാണ് ഹെഡ് സ്റ്റോക്ക്. അപ്പം അതും നോക്കി വെക്കുക. ഹെഡ് സ്റ്റോക്ക് എന്താണ്, ടെയിൽ സ്റ്റോക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ ഗിയറിംഗ് മെക്കാനിസമാണ് ചെയ്യുന്നത്. ആ ഗിയറിംഗ് മെക്കാനിസത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ്. പിന്നെ ഈ ടെയിൽ സ്റ്റോക്കും ഹെഡ് സ്റ്റോക്കും തമ്മിൽ ഒരു ആക്സിസ് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ആക്സിസ് സെയിം ലെവലിലായിരിക്കും ഉണ്ടാവുക.
അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഹെഡ് സ്റ്റോക്കിൻ്റെ വേറൊരു പേരെന്താണ്, പിന്നെ ടെയിൽ സ്റ്റോക്കിൻ്റെ വേറൊരു പേരെന്താണ്, പിന്നെ അതിൻ്റെ ആക്സിസ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങും പഠിച്ചു, എൻഡിങ്ങും പഠിച്ചു, ഇതും പഠിച്ചു, ഇതും പഠിച്ചു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പം അതും നമുക്ക് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് ടൂൾ പോസ്റ്റാണ്. ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ വർക്ക് പീസിനെയാണ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞ്. വർക്ക് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ് ആ ഒരു കമ്പി, അതിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. കമ്പിയല്ല ഇവിടെ വരിക, ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്ക് പീസ് വ്യത്യാസം വരും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. ആ ഒരു കമ്പി വെക്കുന്നതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ആ ടൂൾ പോസ്റ്റ് വെക്കുക. ടൂൾ പോസ്റ്റ് അല്ല, സോറി, വർക്ക് പീസ് വെക്കുക. അപ്പം ആ വർക്ക് പീസ് വെക്കുന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്, ആ കമ്പി അത് വെക്കുന്നതാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ടൂൾ പോസ്റ്റ് എന്തായാലും നമ്മൾ യൂസ് ചെയ്ത ഹാക്സോ ബ്ലേഡ്, അതുപോലെ നമ്മൾ ഈ വർക്ക് പീസിനെ കട്ട് ചെയ്യേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടൂൾ വെക്കുന്ന പോസ്റ്റാണ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൂൾ പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റെസ്റ്റാണ്. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടൂൾ പോസ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മേത്താണ്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ടൂൾ പോസ്റ്റ് കണ്ടില്ലേ, ടൂൾ പോസ്റ്റ് ഡയറക്റ്റ്ലി ഈ കോമ്പൗണ്ട് റെസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പം ടൂൾ പോസ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് കോമ്പൗണ്ട് റെസ്റ്റാണെന്ന് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് സാഡിൽ, ഈ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ബോട്ടത്തിലുള്ളതാണ് സാഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിത് ഓരോന്ന് പിക്ചർ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പം ഇത് സ്ലൈഡിങ് മോഷൻ നൽകുന്നതാണ്, അല്ലെങ്കിൽ സപ്പോർട്ട്, അതിൻ്റെ സ്ലൈഡിങ് മോഷന് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ക്രോസ് സ്ലൈഡിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ സാഡിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് നിൽക്കുന്നത് ക്യാരേജാണ്. ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂൾ പോസ്റ്റിന് നമുക്ക് വൈഡ്ലി, ഈ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ ലെങ്ത്തിലേ ഉണ്ടാവുള്ളൂ, ചെറിയ ഈ കാണുന്ന ഏരിയയിൽ മാത്രമാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വർക്ക് പീസിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച്, ഇപ്പം ഇത്രയുള്ളൊരു ലെങ്ത് പീസാണെങ്കിൽ ഈ ക്യാരേജ് ഇവിടെ വെക്കാൻ പറ്റും നമുക്ക്. ക്യാരേജ് നമുക്ക് മൂവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലോങ് ലെങ്ത്തിൽ നമുക്ക് മൂവ് ചെയ്യാനും ക്യാരേജ് പറ്റും. അപ്പം ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ പോസ്റ്റും ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് എപ്രോൺ. എപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരേജിനെ മൂവ് ചെയ്യേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം നടക്കുന്നത് ഈ എപ്രോണിലാണ്. അപ്പം അതൊന്ന് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ്. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവേണ്ടിയിട്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ്, ഓരോ പാർട്സ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. അപ്പം അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ലീഡ് സ്ക്രൂ ഉണ്ട്, ഫീഡ് സ്ക്രൂ ഉണ്ട്. ലീഡ് സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിലെ ലെയറിലുള്ളതാണ് ലീഡ് സ്ക്രൂ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫീഡ് റോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോട്ടം, ആ ക്യാരേജിൻ്റെ തന്നെ ആ ഒരു ലൈനിലുള്ളത്, ടോപ്പിലുള്ളതാണ് ലീഡ് സ്ക്രൂ, ബോട്ടത്തിലുള്ളത് ഫീഡ് റോഡ്. അപ്പം അതൊക്കെ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞ പോർഷൻസ് എന്തൊക്കെയാണ്? ഹെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് എന്ന് പറയും, ലൈവ് സെൻറ്റർ എന്ന് പറയും. പിന്നെ ടെയിൽ സ്റ്റോക്ക്, ഒരു ഹെഡ് ഉണ്ടെങ്കിൽ അതിന് ടെയിൽ ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹെഡ് സ്റ്റോക്കിനെ ലൈവ് സെൻറ്റർ എന്നും ടെയിൽ സ്ടോക്കിനെ ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രോസസ്സൊക്കെ പറഞ്ഞു. അപ്പം ഈ ഹെഡ് സ്റ്റോക്കിൽ കുറേ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഹെഡ് സ്റ്റോക്കിൽ നമുക്ക് ഗിയറിംഗ് മെക്കാനിസം നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ടൂൾ പോസ്റ്റ് അല്ല, വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വർക്ക് പീസിന് ഇങ്ങനത്തെ കുറേ പർപ്പസ് നമുക്ക് ഹെഡ് സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. പക്ഷേ ടെയിൽ സ്റ്റോക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്തി വർക്ക് പീസാണ്. ഇതിപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഞാൻ ഈ പിക്ചർ ഉള്ളതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മളെവിടെ ഇപ്പം
വർക്ക് പീസ് എന്ന് വിചാരിക്കുക. അപ്പം ഈ വർക്ക് പീസിനെ നമ്മളിപ്പം കുറച്ചെണ്ണം പറഞ്ഞില്ലേ, ഒരു കമ്പി ആണെങ്കിൽ അതിൻ്റെ 2 സൈഡും നമ്മൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബെൻഡില്ലാണ്ട് നമുക്ക് കറക്റ്റ് ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതേ പർപ്പസ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ഈ മെഷീനിൽ നമ്മൾ പറയുന്നത്. അതേ ഹെഡ് സ്റ്റോക്കിൻ്റെ ഇവിടെ നമ്മൾ ടൂള് വെക്കും. ഈ ടൂള് വെച്ചിട്ട് ഇതിനെ ടെയിൽ സ്റ്റോക്ക് വെച്ചിട്ട് ഈ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇതും അനങ്ങില്ല. എന്നിട്ട് നമ്മൾ ഈ ടൂൾ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയോ ഷേപ്പ് ചെയ്യുകയോ നമുക്ക് വേണ്ട എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ട് റെഡിയാക്കിയെടുക്കും. അപ്പം അതുകൊണ്ടാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പർപ്പസ്, ഇതിൻ്റെ ഗിയറിങ് പർപ്പസ് നടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒക്കെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പർപ്പസാണ്, ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രോസസ്സാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹെഡ് സ്റ്റോക്കിനെ ലൈവ് സെൻറ്റർ എന്നും ടെയിൽ സ്റ്റോക്കിനെ ഡെഡ് സെൻറ്റർ എന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ഇവിടെ ഒരു വേ ഉണ്ട്, അതായത് നമ്മൾ ട്രാക്ക് മൂവ് ചെയ്യണ ആ ഒരു ട്രാക്കിനെയാണ് വേ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവില്ല, അതുണ്ടാവുക ഇപ്പം ഇങ്ങനെ ഒരു ട്രാക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ക്യാരേജിനെ മൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു വേ ആണ് നമുക്കിപ്പം, ആ ഒരു ട്രാക്കാണ് നമുക്ക് വേ എന്ന് പറയാൻ പറ്റുക. നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള പിക്ചറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ നമ്മളെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ട്, പിന്നെ ടൂൾ പോസ്റ്റ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് റെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പം ഈ ക്യാരേജ് പറഞ്ഞില്ല, അതിനെ ക്യാരേജിനെ മൂവ് ചെയ്യേണ്ടിയിട്ടുള്ള വീലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇവിടുന്ന് ഈ എൻഡ് ടു ഈ എൻഡ് വരെ നമ്മൾ മൂവ് ആവുമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ വീലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ സാഡിലുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്കാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ. പിന്നെ ഈ ആക്സിസ് സെയിം കോആക്സിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹെഡ് സെൻറ്ററിൻ്റെതും ഹെഡ് സ്റ്റോക്കിൻ്റെതും ടെയിൽ സ്റ്റോക്കിൻ്റെയും ഇടയിൽ അതിൽ തമ്മിൽ കണക്റ്റ് ചെയ്യണ ആ ആക്സിസ് ആണ്, അത് സെയിം ആയിരിക്കും. പിന്നെ ഇതിന് ബെഡ് ഉണ്ടാവും, അതായത് ഈ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം ഈ കട്ടിംഗ് ടൂള് വെച്ചിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഒരു വർക്ക് പീസിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ആ കട്ട് ചെയ്ത് ഒഴിവാക്കണ ആ ഒരു ചിപ്പ് ഉണ്ടാവും, ആ ഒരു വീണ ഒരു പൊടിയില്ലേ. ഇപ്പോൾ നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് നമുക്ക് കാണില്ലേ മരത്തിൻ്റെ ആ ഒരു പൊടി, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മെറ്റലിനെ ഇപ്പോൾ ഒരു കമ്പീനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അതുപോലെ വേസ്റ്റ് വീഴും. ആ ഒരു ചിപ്പ് വീഴണ സ്ഥലം ആണ് ആ ഒരു ബെഡ് എന്ന് പറയാം. ആ ഒരു വലിയൊരു പോർഷൻ ഉണ്ടാവും, ആ ഒരു പോർഷൻ നമ്മൾ ബെഡ് എന്ന് പറയും. അപ്പം അത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് അയോൺ കൊണ്ടാണ്. അപ്പം അതും ഇതുപോലെ തന്നെ PSCക്ക് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. മുന്നത്തെ പോർഷനും അല്ലെങ്കിൽ മുന്നത്തെ പിക്ചറും ഈ പിക്ചറും വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പിക്ചറിൽ മനസ്സിലായില്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് നോക്കുക. അതാണ് ഞാൻ 2 പിക്ചറും കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പോർഷൻസിൻ്റെതും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഓരോ പോർഷനും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ ലേത്ത് ബെഡ് നോക്കാം. ലേത്ത് ബെഡ് അലോയ് ഓഫ് കാസ്റ്റ് അയോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്. പിന്നെ അതുപോലെ തന്നെ വിയർ റെസിസ്റ്റൻ്റ് ആണ്, അബ്സോർബ് വൈബ്രേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേത്ത് ബെഡിൽ നോക്കാനുള്ളത്. മെയിനായിട്ട് ഫസ്റ്റ് വൺ അത് കാസ്റ്റ് അയോൺ ആണ്. അപ്പം അത് നോക്കുക, നമുക്ക് അത് എക്സാമിന് ചോദിക്കുന്നതാണ്. കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ ലേത്ത് ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്, വിയറിംഗ് റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ അബ്സോർബ് വൈബ്രേഷൻ. ഇത്രയും വലിയ മെഷീനായിരിക്കും. അതുപോലെ തന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീസും കട്ടിംഗ് ടൂളും ഒക്കെ അതിന് മാത്രം ലെങ്ത്, നമ്മൾ വലിയൊരു ഹ്യൂജ് വർക്കിന് വേണ്ടിയിട്ടാണല്ലോ മെഷീൻസ് അധികം യൂസ് ചെയ്യുക.
അപ്പം അതിന് വൈബ്രേഷൻ റെസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. അപ്പം അത് നമ്മൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നതിലും നല്ലത് അലോയ് ഓഫ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ ഇതിന് വിയറിങ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ആയിട്ട്, നമ്മളിപ്പോൾ ഒരു മെഷീനൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും ഷോർട്ട് ടേമിലേക്കല്ലല്ലോ വാങ്ങും. അപ്പം ഇങ്ങനത്തെ കുറേ ഗുഡ് ക്വാളിറ്റീസ് അതിനുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. അത് ഞങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ലേത്ത് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലേത്ത് ബെഡ് ഫോംസ് ദ ബേസ് ഓഫ് ദ മെഷീൻ. ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ആർ ലൊക്കേറ്റഡ് അറ്റ് ഐദർ എൻഡ് ഓഫ് ദ ബെഡ് ആൻഡ് ദ കാരേജ് റെസ്റ്റ് ഓവർ ദ ലേത്ത് ബെഡ് ആൻഡ് സ്ലൈഡ്സ് ഓവർ ഇറ്റ്. എന്താ പറഞ്ഞത്, നമ്മൾ ഈ ലേത്ത് ബെഡിൻ്റെ രണ്ട് എൻഡിലും ഇപ്പം നമ്മളിവിടെയാണ് ഇപ്പം ഹെഡ് സ്റ്റോക്ക് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമ്മൾ ടെയിൽ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാരേജ് ഇതിൻ്റെ മേലെയാണ് ഉണ്ടാവുക. അപ്പം കാരേജ് മൂവ് ആവുന്നത് ഈ ലേത്ത് ബെഡിൽ കൂടെയാണ്. അപ്പം അതാണ് ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദ ലൊക്കേറ്റഡ് ഐദർ എൻഡ് ഓഫ് ദ ബെഡ്, അതായത് ഈ ബെഡിൻ്റെ രണ്ട് സൈഡിലും ഹെഡ് സ്റ്റോക്കും അതുപോലെ തന്നെ ടെയിൽ സ്റ്റോക്കും ഉണ്ടാവും. പിന്നെ കാരേജ് ഇതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യും. അത് സ്ലൈഡ് ചെയ്യുന്നതും ബെഡിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും. അപ്പം പിന്നെ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ഓഫ് എ ബെഡ് കുറച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവുക, അത് റൈറ്റ് സൈഡ്, ഇവിടെ നമ്മൾ ബെഡ് ഉണ്ടാവും. അപ്പം ഹെഡ് സ്റ്റോക്ക് ലെഫ്റ്റ് സൈഡ് ഓഫ് എ ബെഡാണ്. അതുപോലെ തന്നെ സ്പിൻഡിൽ ഡ്രൈവിംഗ് മെക്കാനിസം ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടോർ ടു ദ വർക്ക്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഹെഡിൽ ഗിയറിംഗ് മെക്കാനിസം ഉണ്ട്. ആ ഗിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്തിട്ട് അത് സ്പിൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് ചക്ക് ഉണ്ടാവും, ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ മോട്ടോർ ബെൽറ്റ് പുള്ളി സ്പിൻഡിൽ റൊട്ടേറ്റ്. അപ്പം ഇത് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. മോട്ടറും ബെൽറ്റും പുള്ളിയും വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ആ ഒരു ഗിയർ മെക്കാനിസം ത്രൂ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചക്ക് റൊട്ടേറ്റ് ചെയ്യണു. ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ്. അപ്പം ചക്ക് റൊട്ടേറ്റ് ചെയ്യണ സമയത്ത് നമ്മളെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ടൂൾ പോസ്റ്റിൽ ടൂൾ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണ് ഇതിൽ തന്നെ നമ്മൾ പാർട്സ് പറഞ്ഞതാണ്. ചക്ക്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്. ചക്ക്, ഡ്രൈവിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ്, അത് നമ്മൾ ചക്കിൻ്റെ വേറെ നമ്മൾ ഓറിട്ടിട്ട് പറയണതാണ്. ഈ മൂന്നെണ്ണമാണ് പറയണത്. സ്പിൻഡിൽ കണക്ട് ചെയ്യുന്നത് ചക്കിന് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ്, ഇത് മൂന്നിനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഇതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് വണ്ണ് പിന്നെ നമുക്ക് ടെയിൽ സ്റ്റോക്കാണ്. ടെയിൽ സ്റ്റോക്ക് പറഞ്ഞാൽ നമ്മളെന്താണ് പറയണത്, ടെയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സെൻറ്റർ നമ്മൾ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഹെഡ് സ്റ്റോക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഹെഡ് സ്റ്റോക്ക് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ടെയിൽ സ്റ്റോക്കാണ്. അപ്പം അത് നോക്കുക. പിന്നെ സപ്പോർട്ട്സ് അതർ എൻഡ് ഓഫ് വർക്ക് പീസിൻ്റെ എൻഡിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. അത് വെറും സപ്പോർട്ട് ചെയ്യുന്ന പർപ്പസ് മാത്രം ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മളിതിനെ ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഹോൾഡ് ടൂൾസ് ഫോർ മേക്കിംഗ് ഹോൾസ്, ഡ്രില്ലിംഗ്, റാമേഴ്സ്, കട്ടിംഗ് ത്രെഡ്, ടാപ്സ് ആൻഡ് ടൈസ്. അത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഡെഡ് സെൻറ്റർ, ഈ ടെയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സെൻറ്റർ നമ്മളിതിനെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണ് കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂൾ പോസ്റ്റിനെ കാരേജ് ചെയ്തിട്ട് ഈ വർക്ക് പീസിനെ കട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം
ഇത് കൺട്രോൾ കട്ടിംഗ് ടൂൾ മൂവ്മെൻറ്റ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ. ഈ ടൂൾ പോസ്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ 3 പാർട്സാണുള്ളത്: സാഡിൽ, കോമ്പൗണ്ട് റെസ്റ്റ്, അപ്രോൺ. സാഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോപ്പിലുള്ളതാണ്, നമ്മൾ കുറച്ചുകൂടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബേസ് ഓഫ് കാരേജ് ആണ് സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രോസ് ഫീഡ് മെക്കാനിസം മൂവിങ് കട്ടിംഗ് ടൂൾ അറ്റ് റൈറ്റ് ആംഗിൾ. ഇതിന് ക്രോസ് ഫീഡ് മെക്കാനിസമാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ക്രോസ് സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം വർക്ക് പീസ് ടൂൾ പോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇവിടെ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ക്രോസ് ഉണ്ടായിരുന്നു, ക്രോസ് ഫീഡ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ താഴെയാണ് നമ്മൾ സാഡിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ അതിൻ്റെ താഴെ നമ്മൾ കാരേജ് പറഞ്ഞു. അപ്പം ഈ ബേസ് ഓഫ് കാരേജ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് ഫീഡ് മെക്കാനിസം മൂവിങ് കട്ടിംഗ് ടൂളാണ്. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് റെസ്റ്റ് ആൻഡ് ടൂൾ പോസ്റ്റ് മൗൾഡിന് ക്രോസ് സ്ലൈഡിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി വെക്കുക. പിന്നെ സാഡിൽ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി കോമ്പൗണ്ട് റെസ്റ്റ് നമ്മൾ വർക്ക് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. അതും ഹാൻഡ് ഫീഡ് ഓൺലി, സ്വിവൽഡ് 360, ടോപ്പ് ടീ സ്ലോട്ട്. ഇതൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിന് സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റും ഉണ്ട്, പിന്നെ 4-വേ ടൂൾ പോസ്റ്റും ഉണ്ട്. സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാണ് സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4-വേ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ടാവും. അതായത് 4 ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് നമ്മൾ ഇപ്പം 4-വേ ടൂൾസിൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റിൽ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ അപ്രോൺ എന്ന് പറഞ്ഞു. അപ്രോൺ ആണ് സെക്യൂർഡ് അണ്ടർനീത്ത് ദ സാഡിൽ ഓഫ് ദ കാരേജ് യൂണിറ്റ്. അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, കാരേജിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അപ്രോൺ ആണ്. ആ കൺട്രോൾ മെക്കാനിസം ഫോർ ഓൾ മൂവ്മെൻറ്റ്സ് ഓഫ് കാരേജ് ആർ ഹൗസസ് ഇൻ ദ അപ്രോൺ. ഇറ്റ്സ് ഫീഡ് മെക്കാനിസം റോട്ടറി ഇൻ ടു ലീനിയർ മോഷൻ. അപ്പം അതും അങ്ങനെ തന്നെ നോക്കി വെക്കുക. അപ്പം ഇതിൻ്റെ മുന്നേ നമ്മൾ പാർട്സ് പറഞ്ഞപ്പം ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മെഷീൻ ടൂൾസിൽ അത് പലതരത്തിലുള്ള മെഷീൻ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ലെയ്ത്ത് നോക്കി, ലെയ്ത്ത് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പിക്ചർ കാണിച്ചു. അതിൽ ഹെഡ് സ്റ്റോക്ക് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഹെഡ് സ്റ്റോക്ക്, പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ടെയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സെൻറ്റ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നമ്മൾ ബെഡ് ഉണ്ടാവും. ബെഡ് കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബെഡിൻ്റെ മേലെ നമ്മൾ കാരേജ് ഉണ്ടാവും. കാരേജിൻ്റെ മേലെ സാഡിൽ ഉണ്ടാവും, ക്രോസ് സ്ലൈഡ് ഉണ്ടാവും, അതിൻ്റെ മേലെ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടാവും. കോമ്പൗണ്ട് റെസ്റ്റ് നമ്മൾ ടൂളിനെ ഹോൾഡ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. പിന്നെ ഈ ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ സ്പിൻഡിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചക്ക് കണക്ട് ചെയ്യും. ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് ചക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കാരണം മെക്കാനിക്കൽ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ടോപ്പിക്കായിരിക്കും. നിങ്ങൾക്ക് അതിൽ കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മളിപ്പം പാർട്ടാണ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അതായത് മെഷീൻ ലെയ്ത്തിൻ്റെ പാർട്സാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അപ്പം അതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.
അപ്പം എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൻ്റെത്. കാരണം ഞാൻ കണ്ടിന്യൂഷനായിട്ടാണ് എടുക്കുന്നത്. ഇപ്പം മെക്കാനിക്കലാണെങ്കിലും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ് എടുക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് സബ്സ്ക്രൈബും പിന്നെ ആ ബെൽ ബട്ടണും ഞെക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ.